ശ്രീ ശബരിനാഥ് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് ഏതൊക്കെ തരത്തിൽ എന്ന് ഇവിടെ നേരത്തെ സന്ദീപ് ആരോപിച്ചല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഇന്നും പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു. അമിത്ഷായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധിയെ സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരികയാണ് ഒരു ഇലക്ഷനിൽ. സാധാരണ നടക്കുന്നതൊക്കെയാണ്, പുതുമയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ 4ാം ഫേസിലേക്ക് പോകുമ്പോൾ 1ാം ഫേസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇലക്ട്രേറ്റിനെ എന്ന് കരുതുന്നോ? ആദ്യമേ തന്നെ അഭിലാഷ്, ഇത് നേരത്തെ സന്ദീപ് പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഹിന്ദുവിൽ എൻറാം അടക്കമുള്ള ആളുകൾ ആ ഒരു ഡിബേറ്റ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ താൻ ആ ഡിബേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. നരേന്ദ്രമോദി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ താനും വരാമെന്നുള്ള കൃത്യമായിട്ടൊരു ഇൻഡിക്കേഷൻ രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിബേറ്റിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പോലെ ചാടിക്കറി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ നരേന്ദ്രമോദി വെല്ലുവിളിക്കുക തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നരേന്ദ്രമോദി എന്തോ വലിയ ടീമാണെന്നും ബാക്കി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ചെറിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ഈ ഒരു സന്ദീപ് വാര്യരുടെ ഈ ഒരു ഫാസിസ്റ്റ് പ്രശ്നം തന്നെയാണ് ഇവർക്കെല്ലാം ഉള്ള പ്രശ്നം. ഇവിടെ ജനങ്ങളൊന്നും കോൺഗ്രസിനോടൊപ്പമാണ്, രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ്. പിന്നെ നരേന്ദ്രമോദിയുടെ ഒറേറ്ററി സ്കിൽസും അല്ലെങ്കിൽ നരേന്ദ്രമോദി ഡിബേറ്റിൽ വന്നാൽ അദ്ദേഹത്തിന് കൂടെ ആളില്ല എന്നൊക്കെ പറയുന്നത് ഒരു വെറും മിത്താണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെലിപ്രോംപ്റ്റർ, നിങ്ങൾ അഭിലാഷ് വാർത്ത വായിക്കുമ്പോൾ ഹെഡ്ലൈൻസ് വരുന്ന ടെലിപ്രോംപ്റ്റർ പോലത്തെ ഇൻവിസിബിൾ ആയിട്ട് 2 ടെലിപ്രോംപ്റ്ററും മോദി സംസാരിക്കുമ്പോൾ ഇടതുവശത്തും വലതുവശത്തുണ്ട്. അത് ഒന്ന് കറണ്ട് കട്ട് വന്ന ടെലിപ്രോംപ്റ്ററിന് മാഞ്ഞു പോയാൽ അപ്പത്തീരുന്ന കുമിളയാണ് നരേന്ദ്രമോദിയുടെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ടെലിപ്രോംപ്റ്റർ നിന്ന് പോയപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് വിളിച്ച ആളാണ് നരേന്ദ്രമോദി. മമ്മൂട്ടി വിളിക്കാൻ നല്ലൊരു കാര്യം. അപ്പോൾ ടെലിപ്രോംപ്റ്റർ പോയാൽ തീരുന്ന ഒറേറ്ററി സ്കിൽസ് ആണ് മോദിയുടെ. പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി, അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം കണ്ട എല്ലാ ഇന്റർവ്യൂവിനും കണ്ടു. ഒന്ന് കൊടുത്തത് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടിവിക്കകത്ത്. അത് അർണബ് ഗോസ്വാമി വിനയം കൊണ്ടും അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടും നടു നിവർത്തി പോലും ഇന്റർവ്യൂ നടക്കുന്നില്ല. മോദി നടക്കുമ്പോൾ കൂടെ ഇങ്ങനെ ഒരു കൂടെയുള്ളൊരു പട്ടി നടക്കുന്ന പോലെ സ്നേഹത്തിൽ നടന്ന് വളരെ പരിതാപകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതേപോലെ ടൈംസ് നൗവിൽ നാവിക കുമാർ ചോദിക്കുന്ന ചോദ്യമൊക്കെ മോദി ഭക്ഷണം കഴിച്ചോ, മോദി ഇങ്ങനെ ഓടുന്നു, ഒരു രാഷ്ട്രീയ ചോദ്യം പോലും. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ള കാലഘട്ടമല്ലേ, ഇവിടെ ആളുകളെ മതത്തിന്റെ പേരിൽ ഇല്ലാതാക്കുന്നു, നിങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ പൊളിറ്റിക്കൽ ചോദ്യം പോലും ഈ പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ചോദിച്ചിട്ടില്ല. അല്ല, സിന്ധു സൂര്യകുമാർ ചോദിച്ചില്ലേ? സിന്ധു സൂര്യകുമാർ ചോദിച്ചില്ലേ? സിന്ധു സൂര്യകുമാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ലേ? അതെങ്ങനെയാ ശബരി ശരിയാവുക? അത് പൊളിറ്റിക്കൽ അല്ലേ ആ ചോദ്യം? മണിപ്പൂരിൽ എന്ത് മറുപടിയാണ് പറഞ്ഞത്? മറുപടി എന്താണ്? ഇത് ചോദിച്ചോ? അല്ല, നിങ്ങൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചിട്ടില്ല ചോദിക്കുകയാണെങ്കിൽ ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മണിപ്പൂരിൽ എന്തുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1.5 വർഷമായിട്ടും മണിപ്പൂർ കത്തുമ്പോൾ എന്തുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള ചോദ്യത്തിന് കൺവിൻസിംഗ് ആയിട്ട് മറുപടി കിട്ടാത്തപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആ സെറ്റുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. സെറ്റിട്ട് ടെലിപ്രോംപ്റ്റർ ഇട്ടുള്ള ഇന്റർവ്യൂകൾക്ക് മാത്രമേ മോദിയെ കൊണ്ട് പറ്റുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ അതിൽ ശബരി വേറൊരു പ്രശ്നമുണ്ട്. മോഡി ഞാൻ പറഞ്ഞ ഹിന്ദിയിൽ നല്ല പറയായിട്ട് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ കുറെ ആളും വിമർശിക്കാൻ വേണ്ടി നന്നായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ്. നിങ്ങളിപ്പോൾ മോഡി ഭക്തി എന്ന് പറയുന്ന അയാൾ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി രീതി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ പറയും. അത് നിങ്ങളെ നേതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മോഡി ഭക്തിയൊന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പേ മോഡിക്കെതിരെ പുസ്തകം എഴുതിയ ആളെ, അവിടുത്തെ ബെസ്റ്റ് സെല്ലറായിരുന്ന പുസ്തകം എന്ന് അന്ന് ഞാൻ മോഡിയെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടതാ. അതിൽ ടെലിപ്രോംപ്റ്റർ ഒന്നും ഇല്ല. ഇപ്പോഴല്ലേ പ്രധാനമന്ത്രി ആയ ശേഷമല്ലേ ടെലിപ്രോംപ്റ്റർ വന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ മീഡിയ ആയിട്ട് മിണ്ടുന്നില്ല. ഇപ്പോൾ മോഡി മീഡിയ ആയിട്ട് മിണ്ടുന്നു. അപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സിന്ധു സൂര്യകുമാർ ചോദിച്ച ചോദ്യം അതേ ഞാൻ പറഞ്ഞു. ഇഷ്ടമുള്ള മീഡിയ ആയിട്ട് മാത്രമേ മിണ്ടുന്നുള്ളൂ. ഇഷ്ടമുള്ള മീഡിയയ്ക്ക് മാത്രം ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ ഇലക്ഷനും കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷനും ഈ പറഞ്ഞ നാവിക കുമാർ, അർണബ് ഗോസ്വാമി അടക്കമുള്ള ആളുകൾക്കൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ നരേന്ദ്രമോദി കൊടുത്തു. 10 വർഷമായി ഒരൊറ്റ പത്രസമ്മേളനം വിളിക്കാത്ത പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ മൗനിയെന്ന് ശ്രീ മൻമോഹൻ സിംഗ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രസ് കോൺഫറൻസിന്റെ 4 പ്രസ് കോൺഫറൻസ് കൊടുക്കാൻ പറ്റുന്ന പ്രധാനമന്ത്രിയാണ്. ടെലിപ്രോംപ്റ്ററിന്റെ കറണ്ട് പോയാൽ സെറ്റിൽ ആളും കൂടെ ഇല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഭയക്കുന്ന ഒരു തെറ്റുമില്ല. അത് പ്രൂവൺ ഫാക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും ഗാന്ധിജിയുടെ ഫുൾ നെയിം പറയും. അപ്പോഴാണ് മോഹൻലാൽ മമ്മൂട്ടിയാക്കിയത്.
വേറെ തെളിവ് വേണം. ശബരി- അതുകൊണ്ട് എത്രയോ ഗ്രൂപ്പുകൾ ശബരിനെ പോലുള്ള ആള് അല്ല ശബരി എന്ത് രസം എന്ന് ബിജെപിയുടെ കാര്യം പറയാം, സന്ദീപ് അവിടെ ഇല്ലേ? അല്ല, അത് പറയട്ടെ. അല്ല ശബരി പറഞ്ഞു, ശബരി ഒന്നുകൂടെ പറഞ്ഞു, വേറെ ഒരാള് സദാശിവനാൻ പറഞ്ഞില്ല, ശബരി അങ്ങനെ അല്ലല്ലോ. അതാ സന്ദീപ് പറയുന്നത്. സന്ദീപിന്റെ സ്പേസിൽ കൂടെ ഫക്രുദ്ദീൻ ശബരി അല്ല ഞാൻ പറഞ്ഞൊരു കാര്യം സന്ദീപ് പറയട്ടെ. അല്ല സന്ദീപിന്റെ തൊഴിലാണ്. അല്ല മോഹൻലാൽ പറഞ്ഞു തന്നില്ലേ, ഇപ്പൊ ഞാൻ തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബരിന്റെ പേര് കിട്ടിയിട്ട് ഇതൊക്കെ സ്വാഭാവികം, അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ, നമുക്ക് വിടാം. ഇനിയിപ്പോ അതല്ലല്ലോ ഇവിടുത്തെ തർക്കം. അല്ല ശബരിനാഥന്റെ പേരിട്ടില്ലേ കുഴപ്പമില്ല, പക്ഷെ ഗാന്ധിജിയുടെ പേര് മോഹൻലാലിനുള്ളത് തെറ്റാണ്. അത് ചിലപ്പോൾ തെറ്റാണ്. എന്റെ പേര് അതൊരു ചെറിയ കാര്യം. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ശബരി സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വിമർശനം അല്ലാതെ അതൊരു നാക്ക് പിഴ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. എനിക്കൊക്കെ എത്ര സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഏജ് പോലും എനിക്കില്ല. ശരി, ഓക്കെ, നമുക്കത് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഈ കൊച്ചുകുട്ടികൾക്കൂടെ നാക്ക് വീഴ ഇന്ത്യ സംസ്ഥാനം അങ്ങനെയൊന്നും ആരെ കാര്യത്തിലും പറ്റും. ശരി, ഓക്കെ, നമുക്ക് അത്ര കാര്യം ശബരിനെ പോലെ ആള് കുറച്ചുകൂടി സീരിയസ്. ശരി, ഓക്കെ. പ്രൊഫസർ വേറെ ആളാണെ പ്രശ്നമില്ല. ശരി, because you are Shabari, that's why. ശരി, ഓക്കെ.